MP ആയതിനു ശേഷം ഇന്നസെൻറ്റിൽ എന്തു മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്? രണ്ട് പ്രധാന കാര്യങ്ങളാണ് അക്കമിട്ട് പറയാനുള്ളത്. പണ്ടൊക്കെ കവറുകളിൽ കാശുകളാണ് നിർമ്മാതാക്കൾ എത്തിച്ചിരുന്നത്. എന്നാൽ ഇന്ന് കവറുകളിൽ പരാതികളും പരിഭവങ്ങളുമാണ് സാധാരണക്കാർ നൽകുന്നത്. വന്ന് വീട്ടിലെ കോളിംഗ് ബെല്ലിൽ കെട്ടിത്തൂങ്ങി ചാകേണ്ട അവസ്ഥയിലാണ് ഇന്നച്ചൻ. വിജയാനന്തരം നടന്ന നന്ദി പ്രകടന സമ്മേളന കഥയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഞാൻ ഈ വോട്ട് ചോദിച്ച സമയത്തൊക്കെ ഒറ്റ ആളോടും ഗ്യാസിന് വില കൂടിയെന്നോ പച്ചക്കറിക്ക് വില കൂടി ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ചില കാര്യങ്ങളൊക്കെ അവരോട് പറയുന്നു, അങ്ങനെ പോകുന്നു. അത് കഴിഞ്ഞ ശേഷം ജയിച്ചു കഴിഞ്ഞ ശേഷം എന്നെ ഒരു വണ്ടിയിൽ കയറ്റിയിട്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വണ്ടിയുടെ രണ്ട് സൈഡിലും പട്ടയൊക്കെ കെട്ടി വെച്ചിട്ട് ഇരുമ്പിൻ്റെ പട്ട വെച്ച് എന്നെ അതിൻ്റെ മുന്നിൽ നിർത്തിയിരിക്കുകയാണ്. അതിൻ്റെ പിന്നിൽ 7 നിയോജകമണ്ഡലമാണ്. ചാലക്കുടി നിയോജകമണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ജയിച്ചിട്ട് നമുക്ക് തോന്നി ദൈവമേ ജയിക്കരുതായിരുന്നു. ഇതിൽ കാലത്ത് 7 മണിക്ക് കയറ്റിയാൽ ആ നിയോജകമണ്ഡലത്തിൽ MLA നമ്മുടെ പിന്നിലുണ്ടാവും. ചാട്ടവാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് അയാളുടെ നിങ്ങളൊരു ശബ്ദം കേൾക്കാം. ഈ പോത്തിനൊക്കെ കൊണ്ടുപോകണുണ്ടല്ലേ വണ്ടിയിൽ, അതുപോലെ എന്നെ ഇങ്ങനെ കൊണ്ടുപോവാണ്. പക്ഷെ മര്യാദക്കാരാണ് ഈ LDFകാർ, മോശക്കാരാണ്. ആവശ്യ സമയത്ത് എനിക്ക് പുല്ലും വെള്ളമൊക്കെ തരുമായിരിക്കും. അപ്പം അതൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ 12:30 എന്ന് പറഞ്ഞാൽ മാറ്റിക്കെട്ടും. വണ്ടിയിൽ നിന്ന് ഇറക്കി മാറ്റിക്കെട്ടി കൂടൊക്കെ വൃത്തിയാക്കി നമുക്ക് പിന്നെ കുടിക്കാനുള്ള കാടിവെള്ളം എന്താ വേണ്ടത് വെച്ചാൽ അതൊക്കെ തന്ന് 2 മണിക്ക് വീണ്ടും കയറ്റും. ഇതിങ്ങനെ 7 ദിവസമാണ്. അങ്ങനെ വരുമ്പോൾ ഒരു ദിവസം ഞാനിത് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഈ വണ്ടിയിൽ ഇങ്ങനെയൊക്കെ കെട്ടി വരുമ്പോൾ എതിർഭാഗത്ത് നിന്നും ഒരു പോത്തിനെ ഇതുപോലൊരു വണ്ടിയിൽ കെട്ടിക്കൊണ്ടുവരും. ഞങ്ങൾ 2 പേരും ഇങ്ങനെയായി. ഞാൻ അതിനെ ഒന്ന് നോക്കി, അത് എന്നെ ഒന്ന് നോക്കി. അവസാനം ആ പോത്തിൻ്റെ മനസ്സിലുള്ളത് ഞാൻ വായിച്ചതാണ്, നിനക്ക് ഒരുപാട് വോട്ടുകൾ കിട്ടി ജയിച്ചു എന്നൊക്കെ കേട്ടു, നീ MP ആയി എന്ന് പറഞ്ഞു. പക്ഷെ നിനക്കും അതിനെ വെട്ടാൻ കൊണ്ടുപോകണം, നിനക്കും എൻ്റെ ഗതിയായി അല്ലേ. ജയിച്ചതിന് ശേഷം കാര്യങ്ങൾ പറയാനുള്ളൂ. എൻ്റെ മനസ്സമാധാനം മുഴുവനും പോയി. എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ 2 പട്ടികൾ ഫ്രണ്ടിൽ തന്നെയുണ്ട്. ഒരാൾ അതിൻ്റെ അകത്ത് വന്ന് അവനെ കടിച്ച് നാശമാക്കി കളയും. ആ പട്ടികളൊക്കെ ഇപ്പോൾ, കാരണം ആളുകളിങ്ങനെ വരുന്നു പോകുന്നു, ആളുകളിങ്ങനെ വരുന്നു, കംപ്ലൈൻറ്റുകളായിട്ട് കുറേ കവറുകളായിട്ട് വരുന്നു പോകുന്നു. ആ പട്ടികൾ ആര് വന്നാലും ഒന്നും മിണ്ടാനുമില്ല, ഒന്നുമില്ല, അതിങ്ങനെ മലന്ന് കിടക്കുകയാണ്. അവരുടെ ജീവിതം വരെ പോയി. ആ കോളിംഗ് ബെല്ലില് ഈ 7 നിയോജക മണ്ഡലത്തിലെ ആളുകൾ കെട്ടിത്തൂങ്ങിച്ചാവുമെന്ന് എനിക്ക് പേടിയുണ്ട്. ഒരാളമർത്തിണ്ട് വിട്ട് കഴിഞ്ഞാൽ അടുത്ത ആളമർത്തി വിട്ടു, അത് കഴിഞ്ഞാൽ അമർത്തിയിട്ട് കയ്യിൽ തരുന്ന കവർ കാണുമ്പോൾ ഈ സിനിമയിലൊക്കെ അഭിനയിച്ചപ്പോൾ കാശാണ് കിട്ടാറുള്ളത്. ഇത് കംപ്ലൈൻറ്റുകളാണ്. തലയുടെ മോളിക്കോട അപ്പുറത്തേക്ക് ഒരു പാലം വേണം, അപ്പോൾ വേറൊരാൾ പറഞ്ഞത് ആ പാലം വേണ്ട എന്ന് പറയുക. അന്ന് നല്ല സുഖമുള്ള ഒരു ഏർപ്പാടാണ് ഇത് എന്ന് എനിക്ക് മനസ്സിലായി. ജനം നൽകുന്ന ആ കവറുകൾക്ക് ഫലമുണ്ടായാൽ അടുത്ത തവണയും പാർലമെൻറ്റിലെത്താമെന്നുള്ള ബോധ്യം ഇന്നച്ചനുണ്ടായാൽ മതി. കവറുകളുടെ കാര്യം അവിടെ ഇരിക്കട്ടെ. തന്നെക്കാൾ ചെറുപ്പമായ സുരാജ് വെഞ്ഞാറമൂടിന് ദേശീയ പുരസ്കാരം കിട്ടിയപ്പോൾ ഇന്നച്ചനുണ്ടായ ഒരു വികാര തള്ളിച്ചയുണ്ടല്ലോ, അത് ഇന്നച്ചൻ്റെ നാവിൽ തന്നെ കേൾക്കണം. സുരാജ് വെഞ്ഞാറമൂടിന് അവാർഡ് കിട്ടി. അദ്ദേഹത്തിനോട് ഞാൻ ആ സമയത്ത് ഫോൺ ചെയ്ത് പറഞ്ഞത് ഇതാണ്, നിനക്ക് അവാർഡ് കിട്ടിയതിൽ എനിക്ക് സന്തോഷമൊന്നുമില്ല, പക്ഷേ ഞാൻ അമ്മയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് നിന്നെ അഭിനന്ദിക്കാതിരിക്കാനും വയ്യ, അത്രമാത്രം ഇപ്പം മനസ്സിലാക്കിയാൽ മതി. അയാൾ ഫോൺ പിടിച്ചിട്ട് എനിക്ക് പ്രാന്തായി പോയി വെച്ചിട്ടുണ്ടാവുന്നു. പക്ഷെ സത്യത്തിൽ നമുക്ക് സന്തോഷമാണ് നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക്. ആർക്കായാലും 10ാം നിലയിലെ തീവണ്ടി എന്ന സിനിമയിൽ എനിക്ക് അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ടായിരുന്നു, നാഷണൽ അവാർഡ്. ഒരു ദിവസം ഞാനും ആലീസൊക്കെ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ സ്ക്രോളിങ് പോകണം TV-യിൽ. അമിതാഭ് ബച്ചൻ, മമ്മൂട്ടി, ഇന്നസെന്റ്, ഏതിന് ഈ നാഷണൽ അവാർഡിന്
അവസാന റൗണ്ടിൽ അമിതാഭ് ബച്ചൻ, മമ്മൂട്ടി, ഇന്നസെന്റ്. ഇനി അധികം സമയമൊന്നും വേണ്ട മുകളിലേക്ക് എത്താൻ. ഞാൻ ആലീസിനോട് പറഞ്ഞു ഇത് കുഴപ്പമാവോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നപ്പോൾ ഇന്നസെന്റ് പോയി. ഈ അവസാനമായതുകൊണ്ടായിരിക്കും പോയി. പിന്നെയുള്ളത് അമിതാഭ് ബച്ചനും മമ്മൂട്ടിയാണ്. അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചു, മമ്മൂട്ടിക്ക് കിട്ടരുത്, അമിതാഭ് ബച്ചൻ കൊണ്ടുകൊട്ടെ. മനസ്സിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ മമ്മൂട്ടിയും പോയി. അങ്ങനെ അമിതാഭ് ബച്ചന് കിട്ടി. അപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്. എന്തിന് ഞാൻ അങ്ങനെ ആലോചിച്ചു? എൻ്റെ കൂടെ എൻ്റെ സഹപ്രവർത്തകനായ, എൻ്റെ കൂടെ സെക്രട്ടറി ആയിട്ട് കുറെ കാലം ഉണ്ടായിരുന്ന മമ്മൂട്ടി, എൻ്റെ മകനായിട്ട് അഭിനയിച്ച, അയാളുടെ ജ്യേഷ്ഠനായിട്ട് ഞാൻ അഭിനയിച്ച സിനിമകൾ, ഒരുപാട് കുടുംബ പ്രശ്നങ്ങൾ തമ്മിൽ പറയുന്ന ഞാൻ എന്തിനാണ് അങ്ങനെ മനസ്സിൽ വിചാരിച്ചത്? എവിടെയോ കിടക്കുന്ന ഒരു ഹിന്ദിക്കാരന് കിട്ടിക്കോട്ടെ, എനിക്ക് വേണ്ട. എന്തുകൊണ്ട് അങ്ങനെ തോന്നി? ഞാൻ ഇങ്ങനെ സ്വല്പ സമയം ആലോചിച്ചപ്പോൾ എനിക്ക് പിടികിട്ടി, ഇതെല്ലാം ചേർന്നതാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് നമുക്കങ്ങനെ ആ സമയത്ത്, ആ നിമിഷത്തിൽ അങ്ങനെ തോന്നാനുള്ള കാരണം. സുരാജ് വെഞ്ഞാറമ്മോട് അയാളുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരാൾക്ക് 100 കോടി കിട്ടിയെന്ന് പറഞ്ഞ് ഇയാൾ തലയിൽ കൈവയ്ക്കും. അതേ സമയത്ത് അത് കോഴിക്കോടാണെങ്കിൽ നമുക്കൊരു സമാധാനമുണ്ട്. നമ്മുടെ വീടിൻ്റെ അടുത്താവുമ്പോൾ ഇനി അവൻ്റെ ഒരു പോസ് കാണണമല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോകാം. പച്ച മനുഷ്യനായി ഇങ്ങനെ അവതരിച്ചത് കൊണ്ടായിരിക്കുമല്ലോ ചാലക്കുടിക്കാർ ഇന്നച്ചനെ പാർലമെന്റിലേക്ക് അയച്ചത്. ഒരു ഇടവേള കൂടി, അതുകഴിഞ്ഞ് ഇന്നസെന്റിന്റെ മേന്മകൾ. അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകത്തിലെ ഒരു ഭാഗം ഇപ്പോഴത്തെ ഗവൺമെന്റിനെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട്. കുട്ടികൾ പഠിക്കുക, പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുക. ഇന്നസെന്റ് രോഗത്തെ എങ്ങനെയാണ് അഭിമുഖീകരിച്ചത്? അപ്പൊ കുട്ടികൾ ഞങ്ങളുടെ ഈ അപ്പാപ്പൻ രോഗത്തെ, അപ്പാപ്പനല്ല ഇന്നസെന്റ്. ശ്രീ മമ്മൂട്ടിയെയും ശ്രീ മോഹൻലാലിനെയും ഒക്കെ ഒരുമിച്ച് മേയിച്ച് നടക്കുക അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ.